ഇപ്പോൾ അബൂ ലഹബ്, അബൂ ത്വാലിബ്, ഇത് രണ്ടുപേരും ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്ന രണ്ടു പേരായിരുന്നു. പക്ഷേ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ മരിക്കുവോളം നബി തങ്ങളെ നല്ല വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി വളർത്തിയ ആളൊക്കെയായിരുന്നു. പക്ഷേ ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിരുന്നാൽ പോലും നബി തങ്ങളെ സഹായിച്ച എല്ലാത്തിനും, മരിക്കുവോളം എല്ലാത്തിനും കൂട്ടുനിന്ന എല്ലാത്തിനും നല്ല വാത്സല്യത്തോടു കൂടി പരിചരിച്ചൊരു ആളായിരുന്നു അബൂ ത്വാലിബ്. പക്ഷേ അബൂ ലഹബ് ആവട്ടെ സ്വന്തം സഹോദര പുത്രനായിരുന്നിട്ട് പോലും നബി തങ്ങളെ ജീവിത മുഴുവൻ, അതായത് അയാളുടെ ജീവിതാവസാനം വരെ നബി തങ്ങൾക്കെതിരിൽ നിന്ന് നബി തങ്ങളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിച്ചും ആക്രമിച്ചും പരിഹസിച്ചും അവഹേളിച്ചും എല്ലാ തരത്തിലും നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ അയാളുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ ശപിച്ചത്. ഖുർആനിൽ ഒരുപാട് മുശ്രിക്കുകളെ പേരെടുക്കാതെ ശിക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശപിച്ചിട്ടുണ്ട്. പക്ഷേ പേരെടുത്ത് പറഞ്ഞ് ശപിച്ച ഒരു വ്യക്തി അബൂ ലഹബ് മാത്രമാണ്. അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്നാണ് പേര്. അബൂ ലഹബിനൊന്നിച്ച് കൂടി അബൂ ലഹബ് എന്തൊക്കെ ബുദ്ധിമുട്ട് നബി തങ്ങൾക്ക് നേരെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അനുകൂലമായി, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ നബി തങ്ങൾ ഉപദ്രവിച്ചൊരു വ്യക്തിയാണ് അബൂ ലഹബിൻ്റെ ഭാര്യ. നബി തങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഏഷണി പറഞ്ഞും ആൾക്കാരുടെ മുമ്പിൽ ഏഷണി പരദൂഷണം പറഞ്ഞു നടന്നും, നബി തങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ വഴിമുടക്കിയും അവിടെ ഭണ്ഡാരത്തിൽ ഒരു മുള്ളൊക്കെയുള്ള അല്ലെങ്കിൽ വഴി തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അബൂ ലഹബിൻ്റെ ഭാര്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ അബൂ ലഹബിൻ്റെ ഭാര്യയെക്കുറിച്ചും ആ ഭാര്യയെ നശിക്കും അല്ലെങ്കിൽ നരകാഗ്നിയിൽ എരിഞ്ഞടയും എന്നുള്ള അള്ളാഹു പറഞ്ഞത്. നമുക്ക് ആ ഖുർആൻ ആ ഒരു സൂറത്ത് നോക്കാം. സൂറത്തുൽ ലഹബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ ശാപമടഞ്ഞു കഴിഞ്ഞു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന് അവൻ്റെ ധനവും